സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മഴയുണ്ട്, മഴക്കെടുതിയുമുണ്ട്. ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ വാർത്തയിലേക്കാണ് ഇനി. ഇടുക്കിയിൽ വേനൽ മഴയിൽ കല്ലും മണ്ണും ദേഹത്ത് വീണ് തമിഴ്നാട് സ്വദേശി അയ്യാവ് മരണമടഞ്ഞു. ഇന്ന് 6 ജില്ലകളിലും നാളെ 4 ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കി നെടുങ്കണ്ടത്ത് ഇടിമിന്നലേറ്റ് വീട് തകർന്നു. ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യവെയാണ് ഇടുക്കി അയ്യപ്പൻകോവിൽ സുൽത്താനിയയിൽ താമസിക്കുന്ന അയ്യാവ് മരിച്ചത്. കല്ലും മണ്ണും ദേഹത്തേക്ക് പതിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം പെയ്ത ശക്തമായ മഴയ്ക്ക് പിന്നാലെയുണ്ടായ ഇടിമിന്നലിൽ ഇടുക്കി നെടുങ്കണ്ടത്ത് വീട് തകർന്നു. പ്രകാശ് കരാമ്പാറയിൽ ശശിധരന്റെ വീടാണ് തകർന്നത്. വീടിന്റെ അടുക്കള ഭാഗം പൂർണ്ണമായും തകർന്നു. വയറിംഗ് കത്തി നശിച്ചു. ഗൃഹോപകരണങ്ങൾക്കും കേടുപാട് സംഭവിച്ചു. മുണ്ടക്കയത്ത് വരിക്കാനിയിലെ തൊഴിലുറപ്പ് ജോലിക്കിടെ തൊഴിലാളികൾക്ക് മിന്നലേറ്റു. 8 പേർക്കാണ് മിന്നലേറ്റത്. കൊച്ചിയിലും പത്തനംതിട്ടയിലും വിവിധയിടങ്ങളിൽ പരക്കെ വേനൽ മഴ ലഭിച്ചു. ശക്തമായ മഴയിൽ പത്തനംതിട്ട കനറ ബാങ്ക് ശാഖയിലും ATMിലും വെള്ളം കയറി. അതായത് നല്ലൊരു മഴ പെയ്തു. നമ്മൾ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു 10 സെക്കൻഡ് മുമ്പ് സംഭവിച്ച കാര്യങ്ങളായിരുന്നു. വേനൽ മഴ 2 ദിവസം കൂടി തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. നാളെ തിരുവനന്തപുരം, പത്തനംതിട്ട, മലപ്പുറം, വയനാട് ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. തെക്കൻ തമിഴ്നാടിന് മുകളിലും തെക്കൻ ആൻഡമാൻ കടലിന് മുകളിലുമായി നിലനിൽക്കുന്ന ചക്രവാത ചുഴിയും അറബിക്കടലിൽ നിന്നും ബംഗാൾ ഉൾക്കടലിൽ നിന്നും വരുന്ന കാറ്റുമാണ് മഴയ്ക്ക് കാരണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കന്യാകുമാരി തീരത്ത് രാത്രി വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.